ഹലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് അനായ. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോവല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോവുകയാണ്. പിന്നെ ഈ കുറച്ച് പുറത്തുനിന്നുള്ള വോയിസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പണിയൊക്കെ നിർത്തി വെക്കണേന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലിൽ കണ്ടു കാണും ഇന്ന് എന്താണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളത്. എന്നാലും ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഒരുപാടൊന്നുമില്ല, ഒന്ന് രണ്ട് മെസ്സേജ് എനിക്ക് വന്നു. അതായത് നമ്മൾ ഈ ഡെമോ സെഷന് പോകുമ്പോൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണോ എന്നൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. പിന്നെ അതേപോലെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് PPT ചെയ്യാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ PPT ഒക്കെ അത്രയ്ക്ക് ഹെവി ആയിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എനിക്കറിയാം പുറത്തുനിന്നുള്ള വോയിസ് ഒക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും, ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഒരു PPTയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഈ കാര്യങ്ങളോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്നോട് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതായത് നമ്മളൊരു ഡെമോ സെഷൻ എടുക്കുന്ന സമയത്ത് ആക്ടിവിറ്റീസ് മാൻഡേറ്ററി ആണോ എന്നുള്ള കാര്യം ആയിരുന്നു ചോദിച്ചത്. അപ്പം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, കുറച്ച് കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഈ PPT ഒക്കെ കാണുമ്പോഴത്തേക്കും ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ, ആ ടെൻഷനിൽ നിന്നാണ് പുള്ളിക്കാരി എന്നോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി. ആക്ച്വലി ഞാൻ 2 വർഷം മുന്നെയാണ് ഞാൻ UAE ചെന്ന് ആദ്യമായിട്ട് ഇതേപോലെ ഡെമോ സെഷനൊക്കെ എടുത്തത്. ഞാൻ അന്ന് ചെന്ന സമയത്ത് സത്യമായി പറഞ്ഞിരുന്നാൽ ഈ ആക്ടിവിറ്റീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ല മീൻസ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് യാതൊരു ഇൻഫർമേഷനോ ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയെ പറ്റി, അവിടുത്തെ ടീച്ചിങ് സ്ട്രാറ്റജിയെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇതിനു മുന്നേ ഞാൻ എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെന്ന് ഒന്നും അറിയാൻ വേറെ നട്ടം തിരിഞ്ഞിരുന്ന കാര്യം. അപ്പോൾ പക്ഷേ എന്നിട്ടും എൻ്റെ ഡെമോ സെഷൻ അവർ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആക്ടിവിറ്റീസ് മാൻഡേറ്ററി ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നോ അത്രയും നന്നായിരിക്കും. പിന്നെ ആക്ടിവിറ്റീസ് ഇപ്പം അത് 2 വർഷം മുന്നെയാണ്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ 2 വർഷം പിന്നിട്ടു. അപ്പം ഒരുപാട് ഇതേപോലെ കാണിച്ചു കൊടുക്കുന്ന ചാനൽസൊക്കെ കാണും. എൻ്റെത് മാത്രമായിരിക്കില്ലല്ലോ, ടീച്ചിങ് ജോബിനെ റിലേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരുപാട് ചാനൽസൊക്കെ കാണും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് ലെവൽ അവിടെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ വീഡിയോസ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ടീച്ചിങ് രീതി എങ്ങനെയാണ്, എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള വീഡിയോസും PPTയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള PPTയും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമോ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസ് എല്ലാം ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മളൊരു അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എന്ന് അവർക്കൊന്ന് ബോധ്യം വരും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. എന്ന് വെച്ചിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ പറയും പോലെ കുറേ പേര് ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ വന്ന് എങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുക്കും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ഡെമോ സെഷന് പോകുമ്പോൾ ആക്ടിവിറ്റീസ് ഇനി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണോ അത് നന്നായിട്ട് പെർഫോം ചെയ്യുക. നമ്മൾ ഏതൊരു ടോപ്പിക് എടുത്തിരുന്നാലും ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നല്ല ഒരു അറിവുണ്ട്, ഒരു ജ്ഞാനമുണ്ട്, അത് കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുക. ഇനിയിപ്പോൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. കാരണം ഡേ ബൈ ഡേ കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3 കാൻഡിഡേറ്റ്സ് ആണ് ഇൻ്റർവ്യൂവിന് വന്നതെന്ന് നിൽക്കുക. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. മറ്റൊരു കാൻഡിഡേറ്റ് PPT കാണിക്കുന്നു, വെറുതെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. വേറൊരു കാൻഡിഡേറ്റ് PPT ഇൻക്ലൂഡ് ചെയ്യുന്നു, കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, അവരെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ 3 കാൻഡിഡേറ്റ്സിലും ആരോടായിരിക്കും ഒരു ഒബ്സർവറിന് ഒരു കൂടുതൽ ശരി ഇത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുക? ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ട് അതൊക്കെ നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് എന്താണെന്ന് വെച്ചിരുന്നാൽ ചെയ്യുക. അപ്പോൾ ഇത് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചിരുന്നാലും മാൻഡേറ്ററി അല്ല. ഒരു ഡെമോ സെഷന് പോകുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ആക്ടിവിറ്റീസൊക്കെ കാരണം അങ്ങനെയാണല്ലോ അവിടുത്തെ ഒരു ടീച്ചിങ് രീതി. അപ്പോൾ അതോടൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിരുന്നാൽ ഈ ഒബ്സർവറിന് മനസ്സിലാവും നമ്മൾ അത്രയും അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്,
നമ്മുടെ രീതികളൊക്കെ ഏതാണ്ട് അവർക്ക് അറിയാം എന്നൊന്ന് മനസ്സിലാവും. കുറച്ചുകൂടി നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്നോട് പറഞ്ഞല്ലോ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഒരു PPT, അതായത് എങ്ങനെയാണെന്ന് കാണിക്കാമോ എന്നുള്ളതാണ് ചോദിച്ചത്. സിമ്പിളായിട്ടുള്ള PPT എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നൊരു PPT ഫ്രെയിം ചെയ്തത് ഈ പറയും പോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡെമോ സെഷൻ, അതായത് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ ഒരു സാധാരണ രീതിയിൽ എടുക്കാൻ പറ്റുന്ന കോണ്ടന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു PPT ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും എങ്ങനെ ഈ PPT ഫ്രെയിം ചെയ്യണം, എങ്ങനെ നമ്മളൊരു ടോപ്പിക്കിനെ ഫ്രെയിം ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലും അവരുടെ ഒരു ആശങ്കയെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. നമ്മളൊരു ടോപ്പിക് എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതുമായി റിലേറ്റഡായി വരുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഞാനൊരു PPT ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ PPT എന്താണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഇവിടെ കാണാമായിരിക്കുമല്ലോ. നമുക്ക് ഇമെയിൽ റൈറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്നത്തെ PPTയിൽ ഞാൻ ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കോണ്ടന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു PPT ആണ്. പിന്നെ ഡെമോ സെഷനിൽ എടുക്കാൻ നേരം എപ്പോഴും ഇതേപോലെയുള്ള റൈറ്റിംഗ് ടോപ്പിക്സ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ ഏത് ടോപ്പിക് എടുക്കാം. ഓരോരുത്തർക്കും ഓരോ വശമുണ്ടല്ലോ. ചിലർക്ക് ഗ്രാമർ ആയിരിക്കും എടുക്കാൻ നല്ലത്. എനിക്ക് കുറച്ചുകൂടി പിന്നെ റൈറ്റിംഗ് ടോപ്പിക്സ് ആയിരുന്നു കൂടുതൽ എനിക്ക് കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളതും പ്രസൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പവും എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷനും അങ്ങനെ നോക്കുന്നതായിരിക്കാം നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഫ്രഷേഴ്സാണ് കേട്ടോ. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പോലും കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതൊക്കെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമെയിൽ റൈറ്റിംഗ് ആണ്. ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇമെയിൽ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡെമോ സെഷന് പോകുമ്പോൾ അതായത് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്റ്റാർട്ടർ ആക്ടിവിറ്റി കൊടുക്കുക. നമ്മുടെ സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ സ്റ്റാർട്ടർ ആക്ടിവിറ്റിക്കകത്ത് നമുക്കറിയാമല്ലോ, പ്രീവിയസ് നോളേജ് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടർ ആക്ടിവിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവിടെ ഞാനൊരു 3 പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, അവരെ കൊണ്ട് തന്നെ പറയിക്കുക. ഇതൊരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ കുട്ടികൾ 1-2 വരിയെ കാണത്തുള്ളൂ, എന്നാലും അവരെ കൊണ്ട് പറയിക്കുക. പിന്നെ ഡിസ്കസ് ഇറ്റ്സ് റോൾ ആൻഡ് അഡ്വാൻറ്റേജസ് ഇൻ ടുഡേയ്സ് വേൾഡ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് കുട്ടികളെ കൊണ്ടൊന്ന് പറയിക്കുക. പിന്നെ സ്റ്റേറ്റ് സം ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്. ഇങ്ങനെ ജസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് മാത്രം സ്റ്റാർട്ടർ ആക്ടിവിറ്റിയിൽ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് 3 പോയിന്റ്സ് അതാണ് നല്ലത്. 4-5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടൈം ഒരുപാട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ആഡ് ഓൺലി 2 to 3 ക്വസ്റ്റ്യൻസ്. എത്രയും സ്റ്റാർട്ടർ ആക്ടിവിറ്റി വേണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ 5 ക്വസ്റ്റ്യൻസ് വേണം എന്ന് ഇല്ല. അപ്പോൾ അത് 2 ക്വസ്റ്റ്യൻ ആയാലും 3 ക്വസ്റ്റ്യൻ ആയാലും ഇറ്റ് ഇസ് പ്യോർലി അപ് ടു യുവർ ചോയ്സ് ആൻഡ് മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ ഒരു PPTയിൽ നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്നാലും, ഈവൻ നമ്മൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് ഇല്ല, നമ്മൾ അത് അവോയ്ഡ് ചെയ്തിരുന്നാലും ഒരു ഡെമോ സെഷൻ എടുക്കുന്ന സമയത്ത്, ഡെമോ സെഷൻ എന്ന് മാത്രമല്ല ഏതൊരു ലെസൺ പ്ലാനും ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ് ആർ മാൻഡേറ്ററി. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. അപ്പോൾ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തായാലും അത് മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ ബി ഏബിൾ ടു. അതായത് ഒരു ലെസൺ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയില്ല, പക്ഷേ കുട്ടി വിചാരിക്കുന്നതാണ് ഐ വിൽ ബി ഏബിൾ ടു. ഈ ഒരു PPTയിലൂടെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ
പഠിക്കാൻ പറ്റും എന്ന് കുട്ടി നിരീക്കുന്നതാണ് നമ്മളിവിടെ എഴുതി ചേർത്തേക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിംഗ് ഇമെയിൽസ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, റൈറ്റ് ആൻ ഇമെയിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ് ഫോമാറ്റ് ഓൺ വേരിയസ് ടോപ്പിക്സ്. അപ്പോൾ ഒരു കുട്ടി ഇമെയിൽ ഫ്രെയിം ചെയ്യാനും ഒക്കെ പഠിക്കും എന്നുള്ളതാണ് ഈ ഒരു PPT കൊണ്ട് കുട്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ സക്സസ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന സ്ലൈഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, നമുക്കത് സ്കിപ്പ് ചെയ്യാം ഫോർ എ ഡെമോ സെഷൻ. ഓക്കെ, ഡെമോ സെഷന് നമുക്കത് സ്കിപ്പ് ചെയ്യാം. പിന്നെ അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് 2 പോയിന്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എത്രയും ഒരു PPT സിമ്പിളാക്കാം അത്രയുമാണ് ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വാട്ട്സ് ആൻ ഇമെയിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് നമുക്കറിയാം ഇമെയിൽ റൈറ്റിംഗ് ആണ്. അപ്പം നമ്മൾ വി ആർ ജസ്റ്റ് ഡിസ്ക്രൈബിംഗ് ടു ദ ചിൽഡ്രൻ വാട്ട്സ് ആൻ ഇമെയിൽ. ഓക്കെ, സോ അത് ഇറ്റ്സ് ഓൺലി ജസ്റ്റ് 2 points I mentioned here. And email, short form of email is the full form of email is electronic mail. It's a digital message you send and receive over the internet. അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് യൂസ് ചെയ്ത് നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഇമെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ലെറ്റർ, but instead of papers, it's sent through email services such as Gmail, Outlook or Yahoo. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു ലെറ്ററിൻ്റെ പർപ്പസാണ് ഇത് ചെയ്യുന്നത്. ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് ലെറ്റർ ആണ് എന്നൊക്കെ നമ്മൾ കുട്ടികളോട് ജസ്റ്റ് ഒരുപാട് പറയാനും പാടില്ല, എന്നാൽ ജസ്റ്റ് അവരെ ഒന്ന് മെൻഷൻ ചെയ്യിക്കുകയും. അതേപോലെ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ആദ്യം കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ മാത്രം നിന്ന് ലെക്ചർ ചെയ്യുന്ന ഒരു ക്ലാസ് ആകാതെ ഇരിക്കാൻ നോക്കുക. കുട്ടികളോട് തന്നെ ജസ്റ്റ് ഒന്ന് വായിപ്പിക്കുക കേട്ടോ, കുട്ടികളെ കൊണ്ടൊന്ന് വായിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഒരു വരിയിലൊന്ന് ഒതുക്കി നിർത്തുക. മോഡിഫൈഡ് വേർഷൻ ഓഫ് ലെറ്റർ, പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഇസ് ദ ലേറ്റസ്റ്റ് ടെക്നിക്സ് ദാറ്റ് വി ക്യാൻ ഈസിലി സെൻഡ് മെസ്സേജസ് ഓർ ദാറ്റ് വി ക്യാൻ ഈസിലി സെൻഡ് ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു 2 വരിയിൽ ഒതുക്കി അവിടെ നിർത്തുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ എന്നോട് റീസെൻ്റായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു PPT എങ്ങനെ നമ്മളതിൻ്റെ കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ നമ്മളപ്പോൾ ആദ്യം ഒന്ന് ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന ടോപ്പിക് എന്താണ്? ഇമെയിലാണ് അല്ലേ? അപ്പോൾ ഇമെയിലിനകത്ത് ജസ്റ്റ് ഒരു 1-2 പോയിന്റ്സ് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇമെയിൽ എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് അറിയേണ്ടത്? നമ്മളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് ഒരു PPT ഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇമെയിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയണം. പിന്നീട് ഓഫ് കോഴ്സ് നമുക്കറിയണം അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കറിയണം. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ ഒരു ഇമെയിൽ ഫ്രെയിം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയണം. ഓഫ് കോഴ്സ് അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയണം. അപ്പം നമ്മൾ തന്നെ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ഇമെയിലാണ്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് റൈറ്റിംഗ് ആണ്, ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ തന്നെ ജസ്റ്റ് 1-2 പോയിന്റ്സ് നോക്കി വെക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു PPT അങ്ങ് ഫ്രെയിം ചെയ്യുക. അതായിരിക്കും എപ്പോഴും എളുപ്പം കേട്ടോ. കാരണം നമുക്ക് വരുന്ന മെസ്സേജസ് പല രീതിയിൽ, പല ആൾക്കാരുടെ പല ഇമോഷൻസിലുള്ള മെസ്സേജസ് ആണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഓഫ് കോഴ്സ് അറിയാം അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളും അറിയണം, കുട്ടികൾക്കും പാസ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ എന്താണെന്നാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല, PPT ഓൾറെഡി നിങ്ങൾക്ക് കാണാമല്ലോ. മെയിനായിട്ട് 4 പോയിന്റ്സ് ആണ് ഉള്ളത്. അതായത് കോസ്റ്റ് എഫിഷ്യൻറ്റ് ആണ്, ഫാസ്റ്റ് ആണ്, കൺവീനിയൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് പെർമനൻ്റ് ആണ്. അപ്പം ജസ്റ്റ് 4 പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു വരി പോലെ ഒന്ന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ ഞാൻ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ ഇസ് ദാറ്റ് യു ക്യാൻ ക്വിക്ക്ലി ആൻഡ് ഈസിലി സെൻഡ് ഇലക്ട്രോണിക് ഫയൽസ് such as text documents, photos and data sheets to several contacts simultaneously by attaching the file to an email. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കുട്ടികളെ കൊണ്ട് തന്നെ ഒന്ന് വായിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിരുന്നാൽ നമ്മൾ ജസ്റ്റ് മിണ്ടാതെ നിൽക്കുക എന്നുള്ളതെന്നല്ല, നമ്മളും അതിനനുസരിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കുക. യെസ്, യുവർ പോയിന്റ് ഇസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളും കൂടി അവർക്കൊന്ന് ഒരു മോട്ടിവേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പോയിന്റ്സ് അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുമ്പോൾ കുട്ടികളൊന്ന് അലേർട്ടായിട്ടിരിക്കും, അടുത്തത് എന്നെ ആയിരിക്കും വിളിക്കുന്നത് എന്ന ക്ലാസ് കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കുക എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ എന്നുള്ള കാര്യം.
ആ പോയിന്റ്സ് ഓർത്ത് വെക്കുക. PPT ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ നമ്മളോടൊന്ന് ചോദിക്കുക എന്തൊക്കെയായിരിക്കും വേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചിട്ട് PPT ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്കും കൂടി ഒരു കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു PPT ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇമെയിൽ റൈറ്റിംഗ് ആണെങ്കിലും നോട്ടീസ് റൈറ്റിംഗ് ആണെങ്കിലും ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും ഇതെല്ലാം സ്കിൽ ടോപ്പിക്സ് ആണ്, റൈറ്റിംഗ് ടോപ്പിക്സ് ആണ്. ഇതിനെല്ലാം ഒരു ഫോമാറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഫോമാറ്റ് ഇല്ലാതെ ഒരു PPT ഇൻവാലിഡ് ആണ്. ഓക്കെ, കാരണം ഒരു കുട്ടി ഒരു സംഗതി പഠിക്കുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമ്മൾ കുട്ടിയിലേക്കും എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ഇങ്ങനെ ചോദിച്ചല്ലോ, അതായത് ഒരു PPT എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് തന്നെ അറിയാം ഇതെല്ലാം ഒരു ഫോർമാറ്റ് ഉള്ള സംഗതികളാണ്. ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും നോട്ടീസ് റൈറ്റിംഗ് ആണെങ്കിലും ഇമെയിൽ റൈറ്റിംഗ് ആണെങ്കിലും ഡയലോഗ് റൈറ്റിംഗ് ആണെങ്കിലും ഇതിനെല്ലാം ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റ് നമ്മൾ നമ്മുടെ PPTയിലും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റ്, ഈ പിക്ചർ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് അവിടെ കിട്ടിക്കൂടും. അല്ലെങ്കിൽ പിൻട്രസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത്, ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് തന്നെയായിരുന്നു എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ആ ഫോമാറ്റ് ഫ്രം അഡ്രസ് ടു അഡ്രസ്, CC എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, കാർബൺ കോപ്പി, BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. സബ്ജക്റ്റ്, സാലുറ്റേഷൻ, മെയിൻ ബോഡി, ക്ലോസിംഗ്, അറ്റാച്ച്മെൻറ്റ്സ്, സിഗ്നേച്ചർ ലൈൻ, ഇത് ഇത്രയും അടങ്ങുന്നതാണ് ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഈ ഫോമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിരുന്നാൽ, ഇനി നിങ്ങൾ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫോമാറ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഫോമാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ PPTയിൽ മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് അബൌട്ട് ഇമെയിൽ റൈറ്റിംഗ് ആണ്. ഒരു ഇമെയിൽ റൈറ്റിംഗ്, ഒരു ഇമെയിൽ നമ്മൾ ഫ്രെയിം ചെയ്യാൻ നേരം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഈ സ്ലൈഡ് ഓപ്ഷണലാണ് കേട്ടോ, ഈ സ്ലൈഡ് ആഡ് ചെയ്യണം എന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു പൊടിക്ക് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഫോമാറ്റും അഡ്വാൻറ്റേജസും വാട്ട് ഇസ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേ തന്നെ ഓൾമോസ്റ്റ് ഒരു 70% ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. പിന്നെ ഒരു സംഗതി ഒരു പൊടിക്കിടുക എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയാണ് ഈ ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ ആഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് PPTയുടെ സ്ലൈഡ്സിൻ്റെ നമ്പർ കൂടപ്പോഴത്തേക്ക് ടെൻഷനൊക്കെ ആണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് ആഡ് ചെയ്യേണ്ട കേട്ടോ. നമ്മളിത് കാഴ്ച തരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ചെയ്യണം എന്ന്, അങ്ങനെയല്ല. നമ്മൾ കോൺഫിഡൻ്റ് ഏതിലാണോ ആവുന്നത്, ഇതെല്ലാം ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനത് പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആരും അന്ന് കാണിച്ച് തന്നില്ല. അന്ന് ഇത്രയും ചാനൽസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, 1-2 ഉണ്ടായിരുന്നുള്ളൂ. അത് ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞു തന്നിരുന്നത്. ഇങ്ങനെ PPT ലെസൺ പ്ലാൻ അങ്ങനെയൊന്നും ആരും അന്ന് ചെയ്തു തന്നിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാനന്ന് ഒരുപാട് കിടന്ന് നട്ടം തിരിയുകയും ചെയ്തു. കാര്യങ്ങൾ അറിയാൻ വയ്യാതെ കുറേ കിടന്ന് പാടുപെട്ടു. അപ്പം ഇനി പോകുന്നവരായാലും അങ്ങനെ ബുദ്ധിമുട്ടരുതെന്നൊരു ഇത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ PPT ആയിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണിക്കുന്നത്. ഒരു റെഫറൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത് അത് ഓപ്ഷണലാണ്. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എത്രയും മിനിമലാക്കാം അത്രയും മിനിമലായിട്ടാണ് ഈ PPT ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്യാം ഡൂസ് എന്നുള്ളതിനകത്ത്, യൂസ് ആൻ ഇൻഫോർമേറ്റീവ് സബ്ജക്ട് ലൈൻ, റൈറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്, യൂസ് സിമ്പിൾ ഗ്രാമർ ആൻഡ് ലാംഗ്വേജ്, റൈറ്റ് ഷോർട്ട് സെൻറ്റൻസസ്, യൂസ് സെപ്പറേറ്റ് പാരഗ്രാഫ്സ്. അപ്പോൾ ഇത് ഡൂസ്. നമ്മളൊരു ഇമെയിൽ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ദീസ് ആർ തിങ്സ് ദാറ്റ് വി ഹാവ് ടു കീപ് ഇൻ അവർ മൈൻഡ്. ഇനി ഡോൺസ്, അതും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ. സോ റൈറ്റ് അബൌട്ട് ഇറലവൻറ്റ് ഇഷ്യൂസ്, ഡോൺസ് ആണ് കേട്ടോ. Write about irrelevant issues. Give personal information that you don't want someone else to know. Use capital letters to write whole words as in email. This is considered shouting. Then use different fonts. Use italics. Use exclamation marks. Use incomprehensible abbreviations, acronyms and emojis. ഇതെല്ലാം ആക്ച്വലി ഡോൺസ് ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ ഫ്രെയിം ചെയ്ത ഒരു PPT ആയിരുന്നു കേട്ടോ. അന്ന് അതിനകത്ത് ഡൂസും ഡോൺസും ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരു സംഗതിയാണിത്.
ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ സ്ലൈഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷനിലാണ്. നിങ്ങൾക്കൊരു ഡെമോയ്ക്ക് പോകുമ്പോൾ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ക്യാൻ ആഡ്, ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ദെൻ നോ നീഡ് ടു ആഡ്. നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ PPT-യിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്താണ് ഒരു ഇമെയിൽ എന്നുള്ളത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഫോമാറ്റ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ തന്നെ ഒരു ഇമെയിലിൻ്റെ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ച് അത് ചെയ്താൽ മതിയാവും. ഇനി അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് സാമ്പിളാണ്. ഓക്കെ, നമ്മൾ ഫോമാറ്റ് കഴിഞ്ഞിട്ട് മുന്നേ കാണിച്ച സ്ലൈഡ് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു സാമ്പിൾ നമ്മൾ കാണിക്കണം. അതും നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. നമ്മളൊരു നോട്ടീസ് റൈറ്റിംഗ് എടുക്കുമ്പോൾ ഇമെയിൽ റൈറ്റിംഗ് ആയാലും നോട്ടീസ് റൈറ്റിംഗ് ആയാലും എന്തൊക്കെ PPT-യിൽ നമ്മൾ ആഡ് ചെയ്യണം, നമ്മളൊരു ഫോർമാറ്റ് കാണിക്കണം, ഫോർമാറ്റ് എന്താണെന്നുള്ള കാര്യം പറയണം, നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കുക, നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ടോപ്പിക് ഇതാണ്, അപ്പോൾ എന്തൊക്കെ ഈ ടോപ്പിക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു PPT ഫ്രെയിം ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. അപ്പം എങ്ങനെ PPT ഫ്രെയിം ചെയ്യണം, എങ്ങനെ PPT ഫ്രെയിം ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മളാദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, എനിക്ക് ഫ്രെയിം ചെയ്യാനുള്ളത് ലെറ്റർ റൈറ്റിംഗ് ആണ്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആകുമ്പോൾ ഓക്കെ, വാട്ട് ഈസ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ള കാര്യം എന്തായാലും PPT-യിൽ വേണം. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഒരു ഫോമാറ്റ് എന്തായാലും വേണം. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഒരു സാമ്പിൾ എന്തായാലും വേണം. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്യാം. എന്നൊക്കെ നമ്മളൊന്ന് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരുന്നാൽ, അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ PPT ഒന്നും കൂടി നന്നായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ആ PPT പ്രസൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ആശയത്തിൽ നിന്നുണ്ടായ ഒരു PPT ആണ് അല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഫോമാറ്റിന് ശേഷം ഡൂസ് ആൻഡ് ഡോൺസ് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഡെമോ സെഷന്. പിന്നെ എന്നിട്ട് നമ്മളിത് സാമ്പിള് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സാമ്പിൾ എന്തായാലും വേണം, കാരണം കുട്ടികൾക്ക് ഇത് കാണണമല്ലോ, ഇങ്ങനെയാണ് ഈ സംഗതി ഇരിക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് കാണണമല്ലോ. അപ്പോൾ സാമ്പിൾ എന്തായാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കംസ് ആണ്. നമുക്കറിയാം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. നമ്മൾ ആക്ടിവിറ്റീസ് ഞാൻ ഒരു ആക്ടിവിറ്റി പോലും ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ ഒരു കോമൺ ആയിട്ട് എങ്ങനെ ഒരു PPT ഒരു കോണ്ടന്റ് ബേസ് ചെയ്ത് ജസ്റ്റ് കോണ്ടന്റ് ബേസ് ചെയ്ത് ഒരു PPT പറയുന്നു, നമ്മൾ ക്ലാസ്സിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുന്നു. അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു PPT മാത്രമാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി സ്ട്രെയിറ്റ് ലേണിംഗ് ഔട്ട്കംസിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ താങ്ക് യു സ്ലൈഡാണ് പിന്നെ ഉള്ളത് കണ്ടോ. താങ്ക് യു. ഇതിനോടുകൂടി നമ്മൾ ഈ ഒരു PPT ഇവിടെ ക്ലോസ് ആക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പറയും പോലെ കുറച്ച് ആൾക്കാർക്ക് ഇതേപോലെ ആക്ടിവിറ്റി മാൻഡേറ്ററി ആണോ ഒരു ഡെമോ സെഷന് പോകുമ്പോൾ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് ബേസ് ചെയ്ത് മാത്രമുള്ള ഒരു PPT ആണിത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുട്ടികളോട് 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്തൊക്കെയാണ് ഫോമാറ്റ്, വാട്ട് ഈസ് ആൻ ഇമെയിൽ, വാട്ട് യു അണ്ടർസ്റ്റുഡ് ഫ്രം ടുഡേയ്സ് ക്ലാസ്, വാട്ട് യു ടേക്ക് അവേ ഫ്രം ടുഡേയ്സ് ക്ലാസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചോദിക്കുക. ആക്ടിവിറ്റീസ് കൊടുക്കാനൊരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചോദിക്കുക. പിന്നെ ഞാൻ കൂടുതലും PPT-യിൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിരുന്നാൽ, ഞാൻ അവിടെ പഠിപ്പിച്ച സമയത്ത് ഈ പറയും പോലെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെമോ എടുക്കാൻ വരുമ്പോൾ നിങ്ങളും അതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒബ്സർവേഴ്സ് ഇംപ്രസ്ഡ് ആവും. പിന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡുമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാവും. പിന്നെ നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും നിങ്ങൾ ഈ ആക്ടിവിറ്റീസൊക്കെ ഓറിയൻറ്റഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു നാട്ടിൽ UAE-യിൽ എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ നാട്ടിലും അധികം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റൊക്കെ അവിടെ ഒന്ന് മാറി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് അന്ന് ആക്ടിവിറ്റീസ് ആക്ച്വലി അന്നങ്ങനെ ചെയ്തിരുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആരും അന്നിങ്ങനെ ഒന്നും പറഞ്ഞു തന്നിരുന്നില്ല. ആക്ടിവിറ്റീസ് അറിഞ്ഞില്ല ഉണ്ണി ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ PPT ആയിട്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി നന്നായിരിക്കുമല്ലോ, അവർക്കത് അറിയാൻ പറ്റുമല്ലോ. ഇനി വരുന്നവർക്കായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ
ഓരോ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ PPT ഫ്രെയിം ചെയ്തിരുന്നാൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു നല്ല ബെനിഫിറ്റ് ആയിരിക്കും, അത് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഫോർ യുവർ റെഫറൻസ് ആണ്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടേതായ ഒരു PPT ഫ്രെയിം ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്ത് ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് PPT ഒക്കെ, ഇതിപ്പോൾ UAE-ലേക്കുള്ളവർക്കെന്ന് മാത്രമല്ല, നാട്ടിലാണെങ്കിലും PPT ഒക്കെ യൂസ് ചെയ്ത് ക്ലാസ്സസ് എടുക്കുന്നവർക്കാണെങ്കിലും ഈ ടോപ്പിക്സ് ഈ സ്ലൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഇത് UAE മാത്രമല്ല, ഞാൻ UAE റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. വളരെ മിനിമലായിട്ടുള്ള, എത്രയും മിനിമലായിട്ട് ചെയ്യാമോ അത്രയും മിനിമലായിട്ടുള്ള ഒരു PPT ആണ്. കാരണം നമുക്ക് മെസ്സേജ് ആൾക്കാർ അയക്കുന്നവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പൾസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയാണ്. ചില ആൾക്കാർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ചില ആൾക്കാർ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിഗണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു PPT ചെയ്തത്. മെയിനായിട്ടുള്ള കോണ്ടൻറ്റ്സ് മാത്രം വെച്ചിട്ട് ഒരു PPT ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ആദ്യമേ തന്നെ താങ്ക് യു കേട്ടോ ഫോർ യുവർ സപ്പോർട്ട്. അതിനൊക്കെ വലിയൊരു താങ്ക് യു പറയുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഹൈപ്പെന്നോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയും കൂടെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. കമൻസ് എന്താ ഹൈപ്പ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ഒരു ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. എന്നോട് കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് PPT ചെയ്തിടാമോ എന്നാണ് ചോദിക്കുന്നത്, ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഓരോരോ ടോപ്പിക്സ് ബേസ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഞാൻ അതിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ മനസ്സിലാഗ്രഹങ്ങളും എല്ലാം റിയാലിറ്റിയിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.